ഹല്ലേലൂയ. വചനത്തിനകത്ത് 1 കൊരിന്ത്യരുടെ ലേഖനം 9-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ സ്തോത്രം ഹല്ലേലൂയ തിരുവചനം ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 9-ാം തിരുവചനം 1 കൊരിന്ത്യരുടെ ലേഖനം 9-ാം അധ്യായം 9-ാം തിരുവചനം, the first letter of Corinthians chapter 9 verse number 9. For the law of Moses says, you must not muzzle an ox to keep it from eating as it treads out the grain. Was God thinking only about oxen when he said this? ഒന്ന് വായിച്ചേ. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്. ആമേൻ, സ്തോത്രം. അപ്പം കർത്താവിൻ്റെ നല്ല വചനത്തിനകത്ത് വചനം എഴുതി വെച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ഈ നിലം അല്ലെങ്കിൽ പറമ്പിനകത്തൊക്കെ പാടം അല്ലെങ്കിൽ ഒരു പറമ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ, കൃഷി ചെയ്യുന്ന ഒരു ഇടം, ആ കൃഷി ചെയ്ത് നെല്ല് വിതയ്ക്കുന്ന സമയത്ത് ഈ കാളയുടെ മുഖത്ത് അതിൻ്റെ മുഖമെല്ലാം മൂടുന്ന വണ്ണം ഒരു സാധനമുണ്ട്. മോശയുടെ നിയമപ്രകാരം ആവർത്തന പുസ്തകത്തിനകത്ത് 25-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നിന്ന് ഈ വാക്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അപ്പോസ്തലൻ എഴുതി ഇവിടെ കൊരിന്ത്യരുടെ സഭയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ചോദിക്കുവാണ്, ആരെങ്കിലും അങ്ങനെ ആ മസിൽ വെച്ച് ഒരു കാളയുടെ മുഖം അടച്ചു വെക്കുവോ? അങ്ങനെ ചെയ്യല്ലേ എന്ന മോശയുടെ നിയമവും എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ചോദിക്കാൻ എന്ന് വെച്ചാൽ, അത് അങ്ങനെ അടച്ചു വെച്ചാൽ എന്ത് പറ്റും? ഈ നെല്ല് കൊയ്തെടുക്കുമ്പം ഓരോ മണി നെല്ലിങ്ങനെ വീഴും, അല്ലേ, തെറിച്ച് വീഴും. നമ്മൾ ഒരു എടുക്കുവാണെങ്കിലും ആൾക്കാർ വന്ന് കൊയ്തെടുക്കുവാണെങ്കിലും എങ്ങനെയാണെങ്കിലും നെല്ലൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴും, അല്ലേ, അതേന്നൊക്കെ പറിച്ചെടുക്കുമ്പം. ഇത് നെല്ല് താഴെ വീഴുമ്പം കാള ജോലി ചെയ്തുകൊണ്ട് അങ്ങ് പോവുമല്ലേ, അപ്പോൾ അത് ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കലി അത് കുനിഞ്ഞ് ഇതൊക്കെ ഒന്ന് തിന്നിരിക്കും. അപ്പം ഈ പാടം നെൽകൃഷിക്ക് വേണ്ടി ഒരുക്കിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ തവണ ഇത് വെറും ഭൂമിയായി ഇങ്ങനെ കിടന്നപ്പം അതിൽ പാറയുണ്ടായിരുന്നു, പഴയ ചെടികളുടെ അംശം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നപ്പം ഈ കാളയെ കൊണ്ടുവന്ന് ഈ പറമ്പ് നല്ലതായിട്ട് കൊയ്ത് മറിഞ്ഞു, അല്ലേ, ഇങ്ങനെ അതിനെ ടില്ല് ചെയ്തെടുത്തു, അല്ലെങ്കിൽ അതിനെ ഉഴുതു മറിഞ്ഞു, അങ്ങനെ അല്ലേ, ഉഴുതു മറിഞ്ഞു എന്നാ വാക്കും, അല്ലേ. അപ്പം ഉഴുന്നു മറിഞ്ഞ് ഈ പറമ്പിനെ ആക്കി അതിനെ സീഡ് സോ ചെയ്യാൻ വേണ്ടി പരുവമാക്കിയെടുത്തു, കിളച്ചെടുത്തു. അപ്പം കിളച്ചത് ആരായിരുന്നു? ഈ കാളയാണ് കിളച്ചത്. ഇനി ഈ കിളച്ച് കഴിഞ്ഞ് അപ്പം ഈ പറമ്പെല്ലാം കൃഷിയിടാൻ വേണ്ടി യോഗ്യമാം വണ്ണം ആരാ അധ്വാനിച്ചത്? കാളയാണ് അധ്വാനിച്ചത്. കാളയെ അധ്വാനിച്ചിട്ട് അതിൻ്റെ മേലിൽ കൃഷിക്കാരൻ കൊണ്ടുവന്ന് കൃഷിയിട്ട് എല്ലാം കഴിഞ്ഞ് ഇനി കൊയ്ത്തുകാലം വന്നപ്പം അന്ന് പറമ്പ് ഉഴുന്നു മറിച്ചപ്പം കാളയുടെ മുഖത്ത് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു, എന്നുവെച്ചാൽ അന്ന് തിന്നാനൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കൊയ്ത് മറിയുമ്പം കാളയുടെ മുഖത്ത് അടച്ചു വെച്ചാൽ അതിനൊന്നും തിന്നാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അത് അധ്വാനിച്ചതാണ്. ഈ പറമ്പ് ഇങ്ങനെ അധ്വാന ഫലമുള്ളതാക്കാൻ വേണ്ടി കൃഷിക്കാരൻ്റെ ഒപ്പം നിന്ന് കാളയാണ് ഈ പറമ്പിനെ ഉഴുന്നു മറിച്ച് വൃത്തിയാക്കിയെടുത്തത്. അപ്പം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് അപ്പോസ്തലൻ ചോദിക്കുക, ഈ കാളയ്ക്ക് ഇതിനകത്തുനിന്ന് വീഴുന്ന നെല്ല് തിന്നാൻ അവകാശമില്ലേ? അതാണ് ശരിക്കും അവിടെ ചോദ്യം വരുന്നത്. എന്നിട്ടാണ് അതിൻ്റെ താഴോട്ട് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഇത് 9-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം അതിൻ്റെ 4-ാം തിരുവചനം തൊട്ട് ഇങ്ങോട്ട് വായിക്കണം. എന്നിട്ട് അപ്പോസ്തലൻ ഇവിടെ പറയുന്നുണ്ട്, അതിൻ്റെ 7-ാം തിരുവചനം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9:7. സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആര്? മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആര്? അപ്പം യുദ്ധം ചെയ്യുന്നവൻ ഒരു പട്ടാളക്കാരൻ അവൻ്റെ സ്വന്തം ചെലവിലാണോ പട്ടാളത്തിൻ്റെ വേഷവും ഇട്ട് വെടിയും ബുള്ളറ്റ്സും ഒക്കെ അവൻ്റെ ചെലവിലാണോ അവൻ മേടിക്കുന്നത്? അല്ല, രാജ്യത്തിന് വേണ്ടി അവൻ യുദ്ധം ചെയ്യുന്നത്, അല്ലേ. അവൻ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവനിത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു കൃഷിക്കാരൻ ഒരു വിനിയാർഡ് ഉണ്ടാക്കി, അതെന്ന് വായിച്ച്, ഒരു കൃഷിക്കാരൻ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ
ഒരു കൃഷി ചെയ്ത് 4 തക്കാളിക്ക് ഉണ്ടായാൽ അത് നിങ്ങൾ പറിച്ച് തിന്നാതിരിക്കുമോ? അതിൽ നിന്ന് 1-2 ചിലപ്പം ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുമായിരിക്കും, പക്ഷെ ബാക്കി തിന്നാതിരിക്കുമോ? എന്നിട്ട് താഴോട്ട് വായിച്ചേ. ഒരു ആട്ടിൻകൂട്ടത്തിനെ മേയിച്ച് അതിന്റെ പാല് കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാര്? അതും കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നത് ആരാ? അല്ലയോ? നമ്മള് കൃഷിക്കാരനോട് ചോദിച്ചാൽ കൃഷിക്കാരൻ പറയും കൊയ്തെടുത്തതിൻ്റെ ഒരു പങ്ക് എടുത്ത് മാറ്റി വെക്കും അടുത്ത വർഷത്തെ കൃഷിക്ക് വേണ്ടി. പക്ഷെ ബാക്കി എന്ത് ചെയ്യും? വിൽക്കും, കഴിക്കും, അതിൽ നിന്ന് ഭക്ഷിക്കും, അല്ലേ? അത് വിറ്റാലും അതിൻ്റെ പണം എടുത്തിട്ട് അതിൽ നിന്ന് ഭക്ഷിക്കുക ചെയ്ത്. എന്നിട്ട് അതിൻ്റെ 11 വായിക്കാം. ഞങ്ങൾ ആത്മീയമായത് നിങ്ങളുടെ ഇടയിൽ വിതച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഭൗമികമായത് കൊയ്താൽ അത് ന്യായമല്ല. നിങ്ങളിൽ നിന്ന് ഭൗമികമായത് കൊയ്താൽ അത് ന്യായമല്ലയോ? അത് ന്യായം തന്നെയാ. സിൻസ് വി ഹാവ് പ്ലാന്റഡ് സ്പിരിച്വൽ സീഡ് അമംഗ് യു, ആൻഡ് വി എൻടൈറ്റിൽഡ് ടു എ ഹാർവസ്റ്റ് ഓഫ് ഫിസിക്കൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കർത്താവിൽ വഴി നടത്തുന്നവർക്ക് പ്രതിഫലം കൊടുക്കണം എന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പം വട്ടുപിടിച്ചിരുന്നപ്പോഴായിരിക്കും, അല്ലേ, ഒന്നോട്ടുണ്ട് വഴി എന്ന് നോക്കിയിരുന്നപ്പോഴായിരിക്കും ആരെങ്കിലും ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചത്. കരഞ്ഞു കൂവിയിരുന്ന അവസ്ഥയിലായിരിക്കും എവിടെയെങ്കിലും ആരെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് ആ രോഗമൊന്ന് മാറിയത്, ക്ഷീണമൊന്ന് മാറിയത്, ബലഹീനതയൊന്ന് മാറിയത്, ഇപ്പം 2 കാലിൽ നിൽക്കാൻ പഠിച്ചത്, എങ്ങനെയൊന്ന് പ്രാർത്ഥിക്കണ്ടേന്ന് ഒന്ന് മനസ്സിലാക്കിയെടുത്തത്, അല്ലേ? ജീവിതം തിരിഞ്ഞു നോക്കുമ്പം ഗ്രാഫൊക്കെ ഒന്ന് മാറിയതൊക്കെ പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പോസ്തലൻ പറയുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിത്തിട്ടവരെ മറക്കാമോ എന്നാ ചോദിക്കുന്നത്. ഒരു നിസ്സാരം ആയ ഒരു വ്യക്തി ചിലപ്പോൾ റോഡരികിൽ നിന്നായിരിക്കും പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് വേണ്ടി. ആ വ്യക്തിയെ പോലും ഒരിക്കലും മറക്കല്ലേ. എൻ്റെ അമ്മൂമ്മയ്ക്കൊന്നും ബൈബിളൊന്നും അറിയത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ അവർ വളർന്നത് ആ ഹൈന്ദവ പശ്ചാത്തലത്തിലാണ്. പക്ഷേ എന്നോട് എൻ്റെ അമ്മൂമ്മ ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുനാളിലൊക്കെ വളരുന്നപ്പം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും പറയും, ആണ്ടിലൊരിക്കൽ പറന്നു പോകുന്ന കാക്കയെ പോലും മറക്കല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾക്ക് നിരാശപ്പെട്ടിരുന്നപ്പം എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടോ? മറക്കല്ല്. നിരാശ അല്ലാതെ സന്തോഷമായിട്ടിരുന്നിട്ടുണ്ടോ? അന്നേരം പോലും ഉപകാരം ചെയ്തവരെ മറക്കല്ല്. ഒരിക്കലും നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നന്മയായിരിക്കും ചെയ്തത്. കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദർ പറയായിരുന്നു, അവനെ സർജറി ചെയ്ത ഡോക്ടറിനെ അവൻ വീണ്ടും അവൻ്റെ റിപ്പോർട്ട്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അവൻ ചെന്നപ്പം ഡോക്ടറിന് അവനൊരു ചെറിയ ഉപകാരവുമായിട്ട് അവൻ പോയത്. എന്താ? ഹല്ലേലൂയ, കർത്താവിനോടുള്ള നന്മ ആ ഡോക്ടറിനോട് അവൻ ചെയ്തു കൊടുക്കുമായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെയുള്ളവരായിരിക്കണം, നമ്മളെ ആത്മീയതയിൽ വഴി നടത്തുന്നത്, നമ്മളെ ഭൗതിക മണ്ഡലത്തിൽ നമ്മളെ കൈപിടിക്കുന്നവർ, നമ്മൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ നമുക്കൊന്നൊത്തിരി തോള് തരുന്നവർ, നമ്മളോടൊരു നല്ല വാക്ക് പറയുന്നവർ, ചിലപ്പോൾ നമ്മളെ വണ്ടിയിൽ കൊണ്ട് വിടുന്നവരായിരിക്കും. ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു പതിവായിട്ടുള്ളൊരു കാര്യമാണ്. വമ്പ് പറയുമല്ല, പക്ഷെ നമ്മൾ ചെയ്യണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആഴ്ചയിൽ 2 ദിവസമേ അവർ സ്കൂൾ ബസ് എടുക്കുന്നുള്ളൂ. അതും അവർ തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു വർഷത്തിൽ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പം ഞങ്ങളൊരു ഉപകാരം അവർക്ക് ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ ഉപകാരം എവിടെ ചെയ്യാമോ ചെയ്യണം. അതാ അപ്പോസ്തലൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിത്തിട്ടതല്ലേ, ഞങ്ങൾക്ക് കഴിക്കാൻ അവകാശമില്ലയോ? അതാ അപ്പോസ്തലൻ അവിടെ അതൊന്ന് വായിച്ച് അതിൻ്റെ 9-10 ഒന്ന് വായിച്ച് 10. യഥാർത്ഥത്തിൽ നമ്മെ ഉദ്ദേശിച്ചല്ലേ ഇത് പറയുന്നത്? wasn't he actually speaking to us? എന്നിട്ട് വായിച്ചേ. അതെ, ഉഴവുകാരൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ ഓഹരി കിട്ടും എന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടാതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. Yes, it was written for us so that the one who plows and the one who threshes the grain might both expect a share of the harvest. ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ കൊടുക്കും തോറും, അല്ലെങ്കിൽ ബഹുമാനിക്കും തോറും, ആ ഹൃദയത്തിനകത്ത് സ്നേഹം പകരും തോറും എന്ത് സംഭവിക്കും? അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കും, അല്ലേ? അപ്പോസ്തലൻ യേശു കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് ഒരു ഉപമ അവിടെ പറഞ്ഞു.
യേശു അവിടെ പറഞ്ഞത് ഒരു ആത്മീയ കൊയ്ത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആത്മീയ കൊയ്ത്തിനെ കുറിച്ച് പറഞ്ഞപ്പം ഒരു 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 വലിയൊരു മർമ്മം യേശു കർത്താവ് അവിടെ പറഞ്ഞു. അതിൻ്റെ 35 തൊട്ടുള്ള വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 4:35 തൊട്ട് 38 വരെയുള്ള മെല്ലെ നമുക്ക് വായിക്കാം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? You know the saying, 4 months between planting and harvest. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് പാകമായിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. But I say, wake up and look around. The fields are already ripe for harvest. കണ്ടോ, നിങ്ങളൊന്ന് തല ഉയർത്തി നോക്ക്. നിങ്ങളുടെ ചുറ്റിനും നോക്കുമ്പം ഹല്ലേലൂയ, കൊയ്തെടുക്കാനായിട്ട് സമയമായി നിൽക്കുക. കൊയ്തെടുക്കുന്നത് ആര് വിതച്ചതാ നാം കൊയ്തെടുക്കുന്നത്? താഴോട്ട് വായിച്ചേ. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. കണ്ടോ, ഹല്ലേലൂയ. കൃഷിക്കാരനും കൊയ്തെടുക്കുന്നവനും അധ്വാനിക്കുന്നവനും ഒക്കെ നല്ല ഫലമുണ്ട്, നല്ല പ്രതിഫലം കിട്ടും. പക്ഷേ ഹല്ലേലൂയ, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഹാർവസ്റ്റേഴ്സ് ആർ പെയ്ഡ് ഗുഡ് വേജസ് ആൻഡ് ദ ഫ്രൂട്ട് ദേ ഹാർവസ്റ്റ് ഇസ് പീപ്പിൾ ബ്രോട്ട് ടു ഇറ്റേണൽ ലൈഫ്. ദൈവരാജ്യത്തിനകത്ത് ഹല്ലേലൂയ കൊയ്തെടുത്തിട്ട് കൊണ്ടിരുന്നത് ആരെയാണ്? ആത്മാക്കളെയാ കൊണ്ടിരുന്നത്. എന്നിട്ട് അങ്ങോട്ട് അപ്പോസ്തലൻ പറയുന്നു, എത്ര സന്തോഷം നിൽക്കുന്നു. ആർക്ക് വേണ്ടി? കൊയ്യുന്നവനും വിതയ്ക്കുന്നവനും. ദ പ്ലാന്റർ ആൻഡ് ദ ഹാർവെസ്റ്റർ. അപ്പം വിതയ്ക്കുന്നത് ഒരാളാ, കൊയ്തെടുക്കുന്നത് വേറൊരാളായിരിക്കും. ഞാൻ ആത്മീയ മണ്ഡലത്തിൽ ഞാൻ പറയാം, ചിലപ്പം സുവിശേഷം കേൾക്കുന്നത് ഒരിടത്തു നിന്നായിരിക്കും, പ്രാർത്ഥിക്കുന്നത് ഒരിടത്തു നിന്നായിരിക്കും, അതിൻ്റെ ഫലം എടുക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും, സാക്ഷ്യം ചെന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ തിരുവചനം ഹല്ലേലൂയ പറയുന്നത്, എന്നിട്ട് അതിൻ്റെ താഴോട്ടൊന്ന് വായിച്ച് അതിൻ്റെ 37. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് അതിൻ്റെ 38. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തടത്ത് കൊയ്തെടുക്കാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. അപ്പൊ യേശു കർത്താവ് എന്താ ചെയ്തത്? ആരോ വിതച്ചത് കൊയ്തെടുക്കാന് നമ്മളെ ഓരോരുത്തരെയും അയച്ചിരിക്കുന്നത്. ഇത് ദൈവരാജ്യത്തിനകത്തും ഉണ്ട്, സ്തോത്രം. പക്ഷെ അപ്പോസ്തലൻ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യരുടെ ലേഖനം 9 പറയുന്നു, ഹല്ലേലൂയ, വിതയ്ക്കുന്നവനെ മറക്കാതെ ഇരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, മറക്കാതിരിക്കുന്ന. അതാണ് ആ കാളയാണ് ആ പറമ്പിനെ അല്ലെങ്കിൽ ആ വയലിനെ അതിനെ വൃത്തിയാക്കി എടുത്തത്. കാളെ ആണ് അതിനകത്ത് അധ്വാനിച്ചത്. ഫലം കിട്ടുന്നത് ആരാ? കൃഷിക്കാരനാ ഫലം കിട്ടുന്നത്, അല്ലേ? കൃഷിക്കാരൻ കൊണ്ടുവന്ന ഇത് മാർക്കറ്റിൽ വിൽക്കുന്നതും ഇതിനകത്തുനിന്ന് നന്മ അനുഭവിക്കുന്നതുമെല്ലാം കൃഷിക്കാരനാ. പക്ഷേ ഹല്ലേലൂയ, അധ്വാനിച്ച കാളെ മറക്കല്ലേ. അത് കൊയ്ത്തുകാലം വരുമ്പം കാളയുടെ വാ അടച്ചു പൂട്ടല്ലേ. നല്ല കാലം വരുമ്പോൾ ഹല്ലേലൂയ, നമ്മളെ വഴി നടത്തിയവരെ ഒന്നും നമ്മൾ മറന്നു കളയല്ലേ. അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രാർത്ഥനയിലായാലും ഹല്ലേലൂയ, നമ്മൾ നന്മയിലായാലും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ ദൈവരാജ്യത്തിനകത്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലൻ അതാ പറയുന്നത്. അപ്പോസ്തലൻ അധ്വാനിച്ച് തന്നെയാണ് ജീവിച്ചത്. ഹല്ലേലൂയ, ഒരുപാട് ഇതിനകത്ത് ഈ അധ്യായം മൊത്തം വായിക്കുമ്പം പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ചോദിക്കാമായിരുന്നു പക്ഷെ ഞാൻ ചോദിച്ചില്ല. കണ്ടോ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾക്ക് വേണ്ടി ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരു നേരമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തവരുണ്ടോ? ഒറ്റയ്ക്ക് അവിടെ ഇരുന്നപ്പം ആരെങ്കിലും വാതിലിൽ വന്ന് മുട്ടി ഒരു ആശ്വാസവാക്ക് പറഞ്ഞവരുണ്ടോ? അവരെ ഒന്നും മറക്കല്ല. ഒരാണ്ടിൽ പറന്നു പോകുന്ന കാക്കയെ പോലും മറക്കല്ല. കണ്ടോ, ഒരിക്കൽ പോലും നമ്മുടെ ജീവിതം, നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കല്ല. നമ്മൾ ഏത് വിധത്തിലായിരുന്നു എന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മളെ കൈപിടിച്ച് നടത്തിയവരെയൊക്കെ ബഹുമാനിക്കണം. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, നമ്മുടെ കൂട്ടുകാരായിരിക്കാം, നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം. നമ്മളുടെ ഒരു ടാലൻറ്റ്, ചിലപ്പം ടീച്ചേഴ്സൊക്കെ ഒരു ടാലൻറ്റ് കണ്ടിട്ട് നമ്മളെ ഉയർത്തി കാണും, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞു കാണും, ഒരു നല്ല ഉപദേശം പറഞ്ഞു കാണും. സ്തോത്രം. മറക്കല്ലേ. ഹല്ലേലൂയ. കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. ബഹുമാനിക്കണം, നന്മ കൊണ്ട് ബഹുമാനിക്കണം. എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രമായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിരിക്കും
ചിന്തയായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല വാക്കായിരിക്കും കൊടുക്കുന്നത്. നമ്മളെ ഒരു വിധത്തിലും ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? മറന്ന് കളയല്ലേ. ഹല്ലേലൂയ. ഉപകരിക്കാൻ പറ്റുന്നിടത്ത് ഉപകരിക്കണം. കണ്ടോ, ആ കാളയുടെ വാ അടച്ചു പൂട്ടിയാൽ കാള ചിന്തിക്കും, കൊയ്തെടുക്കുമ്പം ചിന്തിക്കും, ഞാനല്ലേ ഇവിടെ അധ്വാനിച്ചത്, ഞാനല്ലേ ഇവിടെ നന്മ ചെയ്തത് ഇവർക്ക് വേണ്ടി. എന്നിട്ട് കണ്ടോ, എൻ്റെ വായെ ഇവരടച്ചു വെച്ചു, എനിക്ക് തരാനുള്ളത് ഇവരെനിക്ക് തന്നില്ല. അല്ലേ? സ്തോത്രം. കർത്താവ് അത് കാണും. ഹല്ലേലൂയ. നമ്മൾ വളരെ നമ്മുടെ ജീവിതത്തിനകത്ത് നന്മകൾ നമ്മൾ അനുഭവിക്കണോ? നമ്മുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്ന ശാശ്വതമായ നന്മകൾ നമ്മൾ അനുഭവിക്കണോ? ഹല്ലേലൂയ. നമ്മൾ ദൈവ രാജ്യത്തിനകത്തെ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. സ്തോത്രം. നീ വചനം കേൾക്കുമ്പം എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നന്ദി പറയാനുണ്ടോ? ആരെങ്കിലോടുമൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്യാനുണ്ടോ? ആരെങ്കിലുമൊക്കെ ഓർത്ത് ഹല്ലേലൂയ അവരെന്നെ വഴി നടത്തിയത്, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അവരെനിക്ക് വേണ്ടി ഉപവസിച്ചത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെന്നാ തോളത്ത് ഒന്ന് തട്ടിയത് കൊണ്ട് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. സ്തോത്രം. മറന്നു കളയല്ല്. ഒരു നേരമെങ്കിലും പ്രാർത്ഥനയിൽ ഉയർത്തണം, ഒരു നേരമെങ്കിലും ബഹുമാനം കാണിക്കണം, ഒരു നേരമെങ്കിലും ഒരു നന്മ ഹല്ലേലൂയ അവർക്ക് മനസ്സിലെങ്കിലും ആ നന്മയൊന്ന് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ആ കാളയുടെ വാ അടച്ചു വെക്കുന്നതിന് തുല്യമാണ്. സ്തോത്രം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം, ഞാൻ വന്ന വഴികൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം, ഞാൻ വന്ന വഴികളിൽ എന്നെ ആശ്വസിപ്പിച്ച് താങ്ങി നടത്തിയവരെ ഒരിക്കലും മറക്കാൻ ഇടയാവല്ലേ കർത്താവെ. ചിലപ്പോൾ ഒരു ഫോൺ കോൾ വിളിച്ച് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞതായിരിക്കും, അവരെങ്കിലും ഒരു നേരമെങ്കിലും ഒന്ന് ഓർക്കണം, ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കണം, എന്തെങ്കിലും ഉപകാരം ചെയ്ത് കാണും, ഒന്ന് പ്രാർത്ഥിച്ചു കാണും, ഒന്ന് ബലപ്പെടുത്തി കാണും, ഒരു വഴി തുറന്ന് തന്നു കാണും, ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കാണും, ആ ജോലിയിലേക്കൊന്ന് എടുത്തു കാണും, എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്ത് കാണും. പലവരും പല വിധത്തിൽ ഉപകാരം ചെയ്തതുകൊണ്ട് ഇന്ന് രണ്ട് കാലയിൽ നിൽക്കുന്നത്. ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കാണും, അത് കാരണം എന്തൊക്കെ നേടി എന്ന് പറഞ്ഞൊക്കെ ഇരിക്കാൻ സാധിക്കുന്നത്. എൻ്റെ കർത്താവെ ഹല്ലേലൂയ, മറന്നു കളയാൻ ഇടയാവല്ലേ ദൈവമേ. ഹല്ലേലൂയ. ഓർക്കണം, ഇന്ന് ഓർത്തോർത്തോർത്ത് കർത്താവിനോട് നന്ദിയും സ്തോത്രവും പറയണം. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു നേരം വീട്ടിൽ വന്നു ഇന്ന് അധ്വാനിച്ചു തന്നവരായിരിക്കും. മറക്കല്ലേ, കുറ്റം പറയല്ലേ, പക്ഷെ മറക്കല്ലേ. ഹല്ലേലൂയ. ഉയർത്തിപ്പിടിക്കണം, ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. നന്മ മറന്നു പോകാതെ ജീവിക്കാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.